പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ടെക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വ്യത്യസ്തമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ വിശദീകരണങ്ങൾ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഒരു ഒച്ച് 20 അടി ഉയരത്തിലുള്ള ഒരു പോസ്റ്റിൽ കയറുന്നു. പകൽ 5 അടി കയറുകയും രാത്രി 4 അടി ഇറങ്ങുകയും ചെയ്യും. ഒച്ച് പോസ്റ്റിൻ്റെ മുകളിൽ എത്താൻ എത്ര ദിവസമെടുക്കും? ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യനാണ്. ഒരു ദിവസം കയറുന്ന ആദ്യം നമുക്ക് ഒരു ദിവസം ഒച്ച് എത്ര അടി കയറുമെന്ന് നോക്കാം. അതിനുശേഷം ആ ഒരു 20 അടി ഉയരമുള്ള പോസ്റ്റ് എത്ര ദിവസം കൊണ്ട് കയറുമെന്ന് നോക്കാം. അപ്പോൾ ഒരു ദിവസം കയറുന്നത് പകൽ 5 അടി മേലോട്ട് കയറുന്നുണ്ട്, രാത്രി 4 അടി താഴോട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഒരു ദിവസം എഫക്റ്റ് ചെയ്യുന്നത് ആകെ 1 അടിയാണ് ഒച്ച് കയറുന്നത്. അപ്പോൾ നമുക്ക് 15 ദിവസം കൊണ്ട് 15 അടിയാണ് ഒച്ച് കയറുന്നത് മേലോട്ട്. ഇനി 15 ദിവസവും പ്ലസ് ഒരു പകലും കൂടിയാൽ ഇവിടെ 20 അടിയുള്ള പോസ്റ്റ് മേലോട്ട് പോസ്റ്റിലേക്ക് ഒച്ച് എത്തും മേലോ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒച്ച് പോസ്റ്റിൻ്റെ മുകളിൽ എത്താൻ എത്ര ദിവസം എടുക്കും? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 15 ദിവസവും പ്ലസ് ഒരു പകലും. ഇപ്പോൾ ഓപ്ഷനിൽ 15 ദിവസവും ഒരു പകലുമുണ്ട്, 16 ഉണ്ട്. അത് 16 ദിവസം ഒരു പകലും എന്നൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 15 ദിവസവും ഒരു പകലും എന്നാണ്. ഇതേ രീതിയിലുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്. സലീം 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് കളിക്കാൻ ചിലവഴിക്കും. എന്നാൽ 4 മണിക്കൂർ സമയത്തിൽ എത്ര സമയം സലീം പഠിക്കാൻ വിനിയോഗിച്ചു? ഇപ്പോൾ സലീമും 1 മണിക്കൂർ ഇത് പഠിക്കുന്നത് ഇപ്പോൾ സലീം ഇവിടെ 1 മണിക്കൂർ പഠിച്ചാൽ 15 മിനിറ്റ് കളിക്കാൻ ചിലവഴിക്കുന്നുണ്ട്. വീണ്ടും സലീം 1 മണിക്കൂർ പഠിക്കുന്നു, വീണ്ടും 15 മിനിറ്റ് കളിക്കുന്നു, വീണ്ടും 1 മണിക്കൂർ പഠിക്കുന്നു, 15 മിനിറ്റ് വീണ്ടും കളിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ 3 മണിക്കൂറും അതുപോലെ 3 മണിക്കൂർ 15, 30, 45 മിനിറ്റും ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ആകെ അതിൽ ബാലൻസ് വരുന്നത് 15 മിനിറ്റ് മാത്രമാണ്. അപ്പോൾ 15 മിനിറ്റ് വീണ്ടും അവൻ പഠിക്കുകയാണ്. അപ്പോൾ 4 മണിക്കൂറിൽ എത്ര സമയം കളിക്കാനും എത്ര സമയം പഠിക്കാനും ചിലവഴിക്കുന്നു? അപ്പോൾ എത്ര സമയം സലീം പഠിക്കാൻ ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3 മണിക്കൂറും 15 മിനിറ്റും ആണ് സലീം ഇവിടെ പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചു. ഇനി നമ്മോട് ചോദിക്കുകയാണ് ആ 4 മണിക്കൂറിൽ എത്ര സമയം സലീം കളിക്കാൻ സമയമെടുത്തു എന്ന് ചോദിച്ചാൽ നമുക്ക് 45 മിനിറ്റ് എന്ന് പറയും. അപ്പോൾ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് അത് ആ രീതിയിൽ നമുക്ക് ആൻസർ അതിൽ നിന്ന് കണ്ടെത്താം. വേറെ ക്വസ്റ്റ്യൻ, ഒരു ഗ്രാമത്തിലെ ജനസംഖ്യ ആദ്യ വർഷം 5% വർദ്ധിക്കുകയും അടുത്ത വർഷം 5% കുറയുകയും ചെയ്യുന്നു. 2ാം വർഷാവസാനം ജനസംഖ്യ 7980 ആയാൽ ആദ്യ വർഷം തുടക്കത്തിലെ ജനസംഖ്യ എത്ര? നമുക്ക് കുഴക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എങ്കിലും വളരെ നമ്മൾ നോക്കി ഇതൊന്ന് ക്വസ്റ്റ്യൻ ശരിക്കൊന്ന് വായിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു സംഖ്യ, ഇപ്പോൾ 100 രൂപയുള്ളൊരു സംഖ്യ ആദ്യത്തെ വർഷം അത് കൂടിയിട്ട് 5% കൂടുന്നു. അപ്പോൾ 105 ആകുന്നു.
വീണ്ടും അതിൻ്റെ 5% കുറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 105ൻ്റെ 5% വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. ആ കുറഞ്ഞ സംഖ്യയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യയാണെങ്കിൽ, എക്സ് എന്നാണ് ആദ്യം ഒരു ജനസംഖ്യ, ആ ഗ്രാമത്തിലെ ആദ്യ വർഷത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ, എക്സിൻ്റെ ആദ്യം 5% കൂടിയെന്ന് പറയും. 5% എന്ന് പറയുമ്പോൾ 105%. അപ്പോൾ 105 ആയിരിക്കണം 100. പിന്നെ പറഞ്ഞ് 5% കുറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ 95, 100-ന് 5 കുറഞ്ഞാൽ 95, അതുപോലെ 100-ന് 5 ആഡ് ആയാൽ 105 വരുന്നു. അതാണ് ഇവിടെ തന്നിട്ട് ഈ ഒരു എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന നമ്മൾ ചെയ്യുക ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 7980 അപ്പം നമുക്ക് എക്സ് എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ കാണാൻ നമ്മൾ നേരെ ഇത് 7980 ഇൻറ്റു ഇവിടെ ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം വരിക 100 ഇൻറ്റു വീണ്ടും 100 ഹരിക്കണം 105 ഇൻറ്റു 95. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ 19 കട്ട് ചെയ്യാം. 5 കൊണ്ട് കട്ട് ചെയ്താൽ 20, ഇവിടെ 21, 20. ഇനി നമുക്ക് 19 7980 എത്ര? 19 4 420 എന്ന് വരുന്നുണ്ട്. ഇനി 21 നമുക്ക് 42-ൽ 2 പ്രാവശ്യം. അപ്പോൾ അവസാനം കിട്ടുന്നത് 20 ഇൻറ്റു 20 ഇൻറ്റു 20 എന്നാണ്. 2 4 8 8ഉം 3 0 8000. അപ്പോൾ ഇതിൻ്റെ ആൻസർ 8000 ആണ്. 8000 ആ ഗ്രാമത്തിലെ ആദ്യ വർഷത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞു. ആ 8000 വീണ്ടും ആ 5% വർദ്ധിച്ചു. അതിനുശേഷം 5% ആ സംഖ്യയിൽ നിന്നും 5% കുറഞ്ഞു. ആ സംഖ്യയാണ് 7980 എന്ന് പറയുന്നത്. ഇതേ രീതി നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഓപ്ഷന് എടുത്ത് ചെയ്യാം. അതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന എളുപ്പവഴി. ഓപ്ഷന് ഓരോ സംഖ്യ എടുക്കുക. ഇപ്പോൾ 8000 ഉണ്ടെങ്കിൽ 8000-ൻ്റെ 5% കാണാം. 5%, 10% 800 ആണ്. 800 5% 400. ആ 400 കൂട്ടുക. അപ്പോൾ 8400 എന്ന് കിട്ടും. 8400-ൻ്റെ 5% കുറക്കുക. 8400-ൻ്റെ 5% 840-ൻ്റെ പകുതി. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 7980 കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ അത് തന്നെ ആയിരിക്കാം ആൻസർ. വേറെ ക്വസ്റ്റ്യൻ, 5 ടെലിവിഷനും 6 വാഷിംഗ് മെഷീനും കൂടി വില 84,000 രൂപ. 6 ടെലിവിഷനും 5 വാഷിംഗ് മെഷീനും കൂടി 81,000 രൂപ എങ്കിൽ ഒരു ടെലിവിഷനും ഒരു വാഷിംഗ് മെഷീനും കൂടി എത്ര വില വരും? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 5 ടെലിവിഷൻ പ്ലസ് 6 വാഷിംഗ് മെഷീനും നമുക്ക് തന്നിട്ടുണ്ട് വില 84,000 രൂപ തന്നിട്ടുണ്ട്. അതുപോലെ 6 ടെലിവിഷനും പ്ലസ് 5 വാഷിംഗ് മെഷീനും 81,000 രൂപ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഒരു ടെലിവിഷനും ഒരു വാഷിംഗ് മെഷീനും എത്ര രൂപയാണ് വില വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ അതാവുന്നതുകൊണ്ട് നമുക്ക് ഇത് ജസ്റ്റ് കൂട്ടി നോക്കാം. അപ്പോൾ ഇവിടെ വരുന്നത് 5ഉം 6ഉം 11 ടെലിവിഷൻ പ്ലസ് 5ഉം 6ഉം 11 വാഷിംഗ് മെഷീനും കൂടി നമുക്ക് വരുന്നത് 1,08,8 16 16 5 1,65,000 രൂപക്കാണ് 11 ടെലിവിഷനും 11 വാഷിംഗ് മെഷീനും കൂടി നമുക്ക് കിട്ടുന്നത് 1,65,000 രൂപക്കാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഒരു ടെലിവിഷനും ഒരു വാഷിംഗ് മെഷീനും എത്ര രൂപക്കാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്. 1,65,000 ഹരിക്കണം 11 ചെയ്താൽ മതി. 11 ചെയ്താൽ നമുക്ക് 15,000 രൂപക്കാണ് ഒരു ടെലിവിഷനും ഒരു വാഷിംഗ് മെഷീനും നമുക്ക് 15,000 രൂപക്കാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് കിട്ടും. വേറെ ക്വസ്റ്റ്യൻ, 2.6 raised to 2 minus
2.4:2. അതെത്രയാണ്? അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം a² മൈനസ് b² എന്ന ആ ഒരു മെത്തേഡ് ഇവിടെ ചെയ്താൽ മതി. അപ്പോൾ a² മൈനസ് b² എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി a മൈനസ് ബി. ഈ ചെയ്താൽ ഇതല്ലാതെ നമ്മൾ ഇത് സ്ക്വയർ കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് a പ്ലസ് ബിയും a മൈനസ് ബി ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 2.6 പ്ലസ് 2.4 ഇൻറ്റു 2.6 മൈനസ് 2.4. അത് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. 5 ഇൻറ്റു 0.2 കിട്ടും. അപ്പോൾ 5 ഇൻറ്റു 2 10 ഇട്ടിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ആവുകൊണ്ട് ഇവിടെ പോയിൻ്റ് ഇടുക. അപ്പോൾ 1 കിട്ടും. അപ്പോൾ ആൻസർ 1.0. വേറെ ക്വസ്റ്റ്യൻ, 180 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 10% നഷ്ടം വന്നുവെങ്കിൽ 10% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് സാധനം വിൽക്കണം? ഇപ്പോൾ 180 രൂപയ്ക്കാണ് ആ ഒരു സാധനം വിറ്റത്. 150 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് 10% നഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നഷ്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ സാധനത്തിൻ്റെ വില, ഒരു സാധനമുണ്ടെങ്കിൽ ആ സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് 100%. അപ്പോൾ ഇവിടെ ഞാൻ 10% നഷ്ടം വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ 150 രൂപ എന്ന് പറയുന്നത് എനിക്ക് 90%. 90% ആ സാധനത്തിൻ്റെ 10% കുറച്ച് വിറ്റപ്പോഴും 90%. അപ്പോൾ ഒരു സാധനം 90% 180 രൂപയായാൽ അതിൻ്റെ 1% കാണാൻ നമ്മൾ 180 ഹരിക്കണം 90 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 1% കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1%, ആ സംഖ്യയുടെ 1% കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ആൻസർ കിട്ടാൻ നമുക്ക് 10% ലാഭം കിട്ടണം പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് 100%. അപ്പോൾ 100% നിന്ന് എനിക്ക് 10% ലാഭം കിട്ടണമെന്ന് പറഞ്ഞാൽ 110% ഞാൻ വിൽക്കേണ്ടത്. അപ്പോൾ 110 ഈ ക്രീ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 2 0 കട്ട് ചെയ്ത് പോയി. 9 18 2 പ്രാവശ്യം 20 ഇൻറ്റു 11. 20 ഇൻറ്റു 10 200. 20 ഇൻറ്റു 11 220. അപ്പോൾ ഇതിൻ്റെ ആൻസർ 220 220 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു സാധനം 10% ലാഭം കിട്ടിയേനെ. വേറെ ക്വസ്റ്റ്യൻ, ഒരു ബാഗിൽ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങളുണ്ട്. ഇവയുടെ എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:4:6 ആയാൽ 325 രൂപയിൽ എത്ര 50 പൈസ നാണയങ്ങളുണ്ട്? ആ ബാഗിൽ 325 രൂപയാണുള്ളത്. അത് പറഞ്ഞിട്ടുള്ളത് 1 രൂപ 50 പൈസ 25 പൈസ എന്നീ നാണയങ്ങളാണ് അതിലുള്ളത്. ഇപ്പോൾ ഇവിടെ അവയെ തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്. 3:4:6 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് ആ നാണയങ്ങൾ ആ ബാഗിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 50 പൈസ നാണയങ്ങൾ എത്ര എണ്ണം ആ ഒരു ബാഗിലുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ അംശബന്ധം ഉപയോഗിച്ച് അവയുടെ വാല്യൂ കണക്കാക്കാം. അപ്പോൾ ഇവിടെ 1 രൂപ 50 പൈസ 25 പൈസ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3:4:6 ഇവിടെ അംശബന്ധം. അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ കണക്കാക്കാൻ 3 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 0.50 പ്ലസ് 6 ഇൻറ്റു 0.25. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 1 3 രൂപ പ്ലസ് 4 ഇൻറ്റു 50 പൈസ. 4 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ 2 രൂപ വരുന്നത് പ്ലസ് 6 ഇൻറ്റു 25 0.25. അപ്പോൾ 3ൻ്റെ പകുതി 1:50. അപ്പോൾ നമുക്ക് വരുന്നത് 3 2 5 6 രൂപയും 50 പൈസയുമാണ് ടോട്ടൽ ഈ അംശബന്ധങ്ങളുടെ വാല്യൂ. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. 325 രൂപയാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ട്. 325 രൂപയാണ് ആ ഒരു ബാഗിൽ ക്യാഷ് ആയിട്ടുള്ളത്. അതിൽ നിന്നും നമ്മുടെ 50 പൈസൻ്റെ ഇവിടെ റേഷ്യോ എത്ര? 4 ഹരിക്കണം 6.5. ഇവിടെ എത്രയാണോ ആ ഒരു പൈസയുടെ വാല്യൂ
ആ ഒരു ക്യാഷിൻ്റെ വാല്യൂ എത്രയോ അതിവിടെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ദശാംശം വന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ഇതിവിടെ ദശാംശം ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ മേലെ ഇവിടെ പോയിൻ്റ് ഒരു സ്ഥാനമുള്ളത് കൊണ്ട് ഇവിടെ ഒരു 0 കിട്ടിയത്. അപ്പോൾ 325 ഇൻറ്റു 40 ഹരിക്കണം 65. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 65 കൊണ്ട് കട്ട് ചെയ്ത് നോക്കാം. 13 8. ഇപ്പോൾ നമുക്ക് 325 ഇൻറ്റു 8 2600 ഹരിക്കണം 13. 13 26 2 പ്രാവശ്യം 200. ഇപ്പോൾ 250 പൈസ നാണയങ്ങളാണ് ആ ഒരു ബാഗിലുള്ളത്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ് പരീക്ഷയിൽ മിനി വിജയികളുടെ റാങ്ക് ക്രമത്തിൽ മുന്നിൽ നിന്നും 16ാമതും പിന്നിൽ നിന്നും 29ാമതുമാണ്. 6 കുട്ടികൾ പരീക്ഷ എഴുതിയില്ല, 5 പേർ പരാജയപ്പെട്ടെങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ഇതൊരു നമുക്ക് സാധാരണയായി വരാറ് ക്യൂവിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുള്ള വരുന്ന അതേ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ വിജയിച്ചവരുടെ ആകെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്ര ചോദിച്ചു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വിജയിച്ചവരുടെ എണ്ണം കാണാം. വിജയിച്ച ക്ലാസ്സിലെ റാങ്ക് ക്രമത്തിൽ മുന്നിൽ നിന്നും 16 പ്ലസ് 29. അതിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് ഈ വിനി എന്നത് 2 തവണ, കാരണം 16ാമതും 29ാമതും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ 1 നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ 29 16 മൊത്തം വരുന്നത് 44. അപ്പോൾ വിജയിച്ച കുട്ടികൾ എന്ന് പറഞ്ഞാൽ 44. ഇനി പറഞ്ഞിട്ടുണ്ട് പരീക്ഷ എഴുതാത്ത കുട്ടികൾ. പരീക്ഷ എഴുതാത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് 6ആണ്. 6 കുട്ടികൾ പരീക്ഷ എഴുതിയില്ല, 5 പേർ പരാജയപ്പെട്ടു. 5 പേര് ആ ക്ലാസ്സിൽ പരാജയപ്പെട്ടു. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ 44 പ്ലസ് 6 50, 50 പ്ലസ് 5 55. അപ്പോൾ ആകെ ക്ലാസ്സിൽ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 55 കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്. വേറെ ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 3 മടങ്ങ് ആയ സംഖ്യയേക്കാൾ 24 കൂടുതലായാൽ സംഖ്യ ഏത്? ഇപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് എക്സ് എന്നെടുക്കാം. അപ്പോൾ അതിൻ്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ് പ്ലസ് 24 എന്ന് പറയുന്നത് 3x ആണെന്ന് പറഞ്ഞു. എക്സ് പ്ലസ് 24 എന്ന് പറയുന്നത് 3x എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് ആണ് കണ്ടെടുക്കേണ്ടത്. അപ്പോൾ 24 എന്ന് പറയുന്നത് ഈ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ മാറുമ്പോൾ 3x മൈനസ് എക്സ് ആവും. ഇപ്പോൾ 2x. ഇപ്പോൾ 2x എന്ന് പറയുന്നത് 24 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 24 ആയിരിക്കണം 2 12. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് 12 ആണ്. ആ സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ 12. വേറെ ക്വസ്റ്റ്യൻ. ഒരു ഗ്രൂപ്പിൽ 5 പേർ ഉണ്ട്. അവർ കളി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും തമ്മിൽ ഹസ്തദാനം ചെയ്യുന്നു. എങ്കിൽ ആകെ എത്ര ഹസ്തദാനങ്ങൾ? ഹസ്തദാനത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഹസ്തദാനത്തിൻ്റെ എണ്ണം കാണാൻ n-1 ഈ ഒരു ഇക്വേഷനാണ് ഹസ്തദാനത്തിൻ്റെ എണ്ണം. എത്ര ഹസ്തദാനങ്ങൾ നടന്നു കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇവിടെ 5 n എന്ന് പറയുന്നത് 5 ആണ്. ഇത് ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ 5 മൈനസ് 1 ഹരിക്കണം 2. അപ്പോൾ 5 ഇൻറ്റു 4 മൈനസ് 2 4 2 പ്രാവശ്യം 4 2 പ്രാവശ്യം 2 പ്രാവശ്യം 5 ഇൻറ്റു 2 10. അപ്പോൾ മൊത്തം 10 ഹസ്തദാനങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. വേറെ ക്വസ്റ്റ്യൻ. 120 രൂപ 1:2:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഏറ്റവും ചെറിയ ഭാഗത്തേക്കാൾ എത്ര കൂടുതലായിരിക്കും
ഏറ്റവും വലിയ ഭാഗം. ഇപ്പോൾ 120 രൂപ എന്ന് പറയുന്ന 120 രൂപ അത് 3 അംശബന്ധത്തിലാണ് അത് ഭാഗിച്ചത്. അതിൽ ഏറ്റവും ചെറിയ അംശബന്ധം 1 അപ്പോൾ അതിട്ട് ആ എമൗണ്ട് കാണാൻ 1 + 2 + 3. അപ്പോൾ 120 × 1 ആയിരിക്കണം 6. 6 12 2 പ്രാവശ്യം. അപ്പോൾ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 20. ഇനി ഏറ്റവും വലിയ സംഖ്യ കാണാം. 120 × ഏറ്റവും വലിയ അംശബന്ധം എന്ന് പറഞ്ഞാൽ 3. 3 ആയിരിക്കണം 6. 6 നമുക്ക് 2 വട്ടം പോകും. അപ്പോൾ 20 × 3 60. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. എത്ര രൂപ കൂടുതലായിരിക്കും. അപ്പോൾ 20 60 - 20 40 രൂപയാണ് കൂടുതൽ. ഈ ചെറിയ അംശബന്ധത്തേക്കാൾ വലിയ അംശബന്ധം 40 രൂപയുടെ വ്യത്യാസമാണുള്ളത്. വേറെ ക്വസ്റ്റ്യൻ, ഒരാളുടെ ശമ്പളം 10% വർദ്ധിച്ചതിന് ശേഷം 10% കുറഞ്ഞു. ഇപ്പോൾ അയാളുടെ ശമ്പളത്തിൽ ആദ്യ ശമ്പളത്തിൽ നിന്നും എത്ര വ്യത്യാസമാണുള്ളത്? ഇപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ എപ്പോഴും വരുന്നത് ആദ്യം 1% കൂടിയ ശേഷം വീണ്ടും 1% കുറഞ്ഞു എന്ന് പറയുമ്പോൾ അത് എപ്പോഴും കുറവായിരിക്കും. ആ കുറവിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ x% ആണെങ്കിൽ x² ഹരിക്കണം 100. ഈ ഒരു പേഴ്സൻറ്റേജ് ആയിരിക്കും കുറവ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ 100 രൂപ എന്ന് പറയുന്ന സംഖ്യ അത് 10% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ 110 ആയി. വീണ്ടും നമ്മോട് പറഞ്ഞു 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ 110 കുറഞ്ഞിട്ടുള്ളത്. 110 10% എന്ന് പറഞ്ഞാൽ അത് 11. അപ്പോൾ 11 ഈ 100 ഈ 11 കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 99 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആദ്യ ശമ്പളം 100 എന്ന ആദ്യ ശമ്പളത്തിൽ നിന്നും എത്ര രൂപയാണ് കുറഞ്ഞത്. അപ്പോൾ 1 രൂപ കുറഞ്ഞത്. അപ്പോൾ 100ൻ്റെ 1 രൂപ എന്ന് പറഞ്ഞാൽ 1%. അപ്പോൾ ആ ഒരു ഐഡിയ തന്നെ ഇവിടെയും വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 10² / 100. 10² 100 ഹരിക്കണം 100. അത് നമുക്ക് 1%. അപ്പോൾ 1%ൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുക. വേറെ ക്വസ്റ്റ്യൻ, ഒരു കെട്ടിടത്തിൽ 2 മണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയിൽ ഒരെണ്ണം ഓരോ 24 മിനിറ്റിലും മറ്റേത് ഓരോ 36 മിനിറ്റിലും മുഴങ്ങും. 9 മണിക്ക് 2 മണികളും ഒരുമിച്ച് മുഴങ്ങി. അടുത്ത പ്രാവശ്യം ഇവ എപ്പോഴാണ് ഒരുമിച്ച് മുഴങ്ങുക? ഇതും ഇതുപോലെ ബെല്ല് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ലൈറ്റുകളൊക്കെ ചോദിക്കാറുണ്ട്. ഒരേ സമയത്ത് ഇത്ര 3 ലൈറ്റ് 4 ലൈറ്റ് എത്തുന്നുണ്ട്. അതിന് ശേഷം ഇനി അടുത്ത് എപ്പോഴാണ് കത്തുക എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ വരാറുണ്ട്. ആ ഒരു എല്ലാത്തിനും ഒരേ ഐഡിയയാണ്. ഈ ഒരു 24 അല്ലെങ്കിൽ ടൈം എത്ര തന്നിട്ടുള്ളത് അവരുടെ LCM കാണുക. ആ LCMനായിരിക്കും അവരുടെ ടൈം. അപ്പോൾ 24ന് 36ൻ്റെ LCM എന്ന് പറഞ്ഞാൽ അത് 72. 72. അപ്പോൾ 72 എന്ന് പറഞ്ഞാൽ 72 മിനിറ്റിലാണ് ഇനി അടുത്ത മണി മുഴങ്ങുക. രണ്ടും ഒരുമിച്ച് മണി മുഴങ്ങുക. അപ്പോൾ ഇവിടെ 9 മണിക്കാണ് ആദ്യം 2 മണികളും ഒരുമിച്ച് മുഴങ്ങി. ഇനി അടുത്തത് എപ്പോഴാണ്? അപ്പോൾ 9 മണി + 72 മിനിറ്റ് കഴിഞ്ഞാൽ ഇനി അടുത്ത് രണ്ടും ഒരുമിച്ച് മുഴങ്ങും. അപ്പോൾ 9 മണി എന്ന് പറഞ്ഞാൽ 9 മണി + 72 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറും 12 മിനിറ്റും. 72 മിനിറ്റ് എന്നാൽ 10 മണി 12 മിനിറ്റ്. 10 മണി 12 മിനിറ്റിലാണ് ഇനി അടുത്ത ബെല്ല് മുഴങ്ങുക. വേറെ ക്വസ്റ്റ്യൻ, ഒരു സൈക്കിൾ ചക്രം 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ ദൂരം സഞ്ചരിക്കും എങ്കിൽ 4 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിന് എത്ര പ്രാവശ്യം കറങ്ങണം? സൈക്കിൾ ചക്രം 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ ദൂരം സഞ്ചരിക്കുമെങ്കിൽ 4 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിന് എത്ര പ്രാവശ്യം കറങ്ങണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ 1 പ്രാവശ്യം 10 പ്രാവശ്യം കറങ്ങാൻ 32
മീറ്ററാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കറങ്ങാൻ 32 ഹരിക്കണം 10 3.2 മീറ്ററാണ് ഒരു പ്രാവശ്യം കറങ്ങാൻ. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിന് എത്ര വർഷം. അപ്പോൾ 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ നോക്കുക. അപ്പോൾ 4000 മീറ്ററാണ് 4 കിലോമീറ്റർ. ആ 4000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന എത്ര പ്രാവശ്യം കറങ്ങണം. അപ്പോൾ 4000 ഹരിക്കണം ഇവിടെ നമ്മൾ ഒരു പ്രാവശ്യം കറങ്ങുന്നതിന് ഇവിടെ നമ്മൾ കണ്ടു 3.2 മീറ്റർ വെക്കണം. അപ്പോൾ വരുന്നത് 1250 പ്രാവശ്യമാണ് ഈ 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് വേണ്ടത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ അതുപോലെ ഈ എക്സാം എഴുതുന്ന ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവർ GK നോട്ടുകളും മറ്റു അനുബന്ധ വിവരങ്ങൾക്കും വേണ്ടി ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.